ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വിഷയം മറന്നുപോയല്ലോ. ആ OMAD. അപ്പം ഇതറിയാത്ത ഒരുപാട് പേര് കാണും. അപ്പം മിക്കുള്ളവരും എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇതിനെ പറ്റിയിട്ട് അറിയുന്നത് തന്നെ. അപ്പം OMAD എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 meal a day, ഒരു ദിവസം ഒരു മീല് കഴിച്ച് ജീവിക്കുക. അതാണ് OMAD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് പോപ്പുലറായിട്ടുള്ള ഫാസ്റ്റിംഗ് ആണ്, പോപ്പുലറായിട്ടുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതിനെയാണ് OMAD പറയുന്നത്, 1 meal a day. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ, ഇപ്പം അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാർക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും, അതുപോലെ നമ്മളെ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ശരീരം നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. 24 മണിക്കൂറിൽ, ഒരു ദിവസം 24 മണിക്കൂറിൽ 5 നേരം ആണോ? അല്ല. 3 നേരം ആണോ? അല്ല. 2 നേരം ആണോ? അല്ല. വെറും ഒരു നേരം മാത്രം കഴിച്ച് ജീവിക്കുക. അതിനെയാണ് OMAD കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 1 meal a day കേട്ടോ. അപ്പം ഇതുകൊണ്ടിട്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, ഇതുകൊണ്ടിട്ട് അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. രണ്ടുമുണ്ട്, ബെനിഫിറ്റും ഉണ്ട്, സൈഡ് എഫക്റ്റും ഉണ്ട്. അതുകൊണ്ട് ഇതിലോട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ ഉറപ്പായിട്ടും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുക. നമ്മളെ ബോഡി കണ്ടീഷൻ, കാരണം പല ആൾക്കാർക്കും പല ടൈപ്പിലുള്ള ബോഡി കണ്ടീഷൻ ആയിരിക്കും, പല ആൾക്കാർക്കും പല പല അസുഖങ്ങളുണ്ടായിരിക്കും. ഷുഗർ ഉണ്ടായിരിക്കും, കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും, മറ്റുള്ള അസുഖങ്ങൾ കാണും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും, അങ്ങനെ ഉള്ള ആൾക്കാരെന്നല്ല, എല്ലാ ആൾക്കാരും ഇതിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷനുമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഹെൽത്തിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രം അവരെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ചെന്നിട്ട് OMAD ചെന്ന് ഒരു മീൽ ഒരു ഡേ ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ശരീരത്തിന് നല്ലതെന്ന് പറഞ്ഞിട്ട് ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതുകൊണ്ടിട്ട് ഗുണവും ഉണ്ട്, ഇതുകൊണ്ടിട്ട് ദോഷവും ഉണ്ട് കേട്ടോ. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ള ദോഷങ്ങളും ഞാൻ പറഞ്ഞുതരാം. മിക്കുള്ള ആൾക്കാരും ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ ആയിരിക്കും ഇതിനെ പറ്റിയിട്ട് തന്നെ അറിയുന്നത് തന്നെ കേട്ടോ. കാരണം മിക്കുള്ള ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല. കാരണം ഇതൊന്നും അധികം ചർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളൊന്നുമല്ല. പിന്നെ ചില സമയങ്ങളിൽ ഈ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം വരുവാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ടിട്ടുള്ള ഗുണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. അമിതമായിട്ട് പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. 1 day a meal എന്നുള്ളൊരു ഫാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മളെ മെൻ്റൽ ഫോക്കസും മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ വർദ്ധിക്കും. അതുപോലെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നതാണ്. നമ്മളെ പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ, അത് വർദ്ധിക്കുന്നതാണ്. അതുപോലെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ HGH അതും വർദ്ധിക്കുന്നതാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതും വർദ്ധിക്കുന്നതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടോഫാഗിയും ഇൻക്രീസ് ആവുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുകൊണ്ടിട്ടുള്ള ഗുണങ്ങൾ കേട്ടോ. അപ്പം ഗുണങ്ങൾ പോലെ തന്നെ ഇതിന് ദോഷങ്ങളും ഉണ്ട്. ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈഡ് എഫക്റ്റിൽ ഒന്നാമതായിട്ട് നമ്മളെ മസിൽ മാസ് ലോസ് ആവും. അപ്പം ഒരു നേരം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും നമ്മുടെ മസിൽ മാസ് അവിടെ ലോസ് ആവുന്നതായിരിക്കും. അതുപോലെ ഹങ്കർ ആൻഡ് ക്രാവിങ്സ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കാണുമ്പോഴത്തേക്ക് ആർത്തി കൂടും, ഭക്ഷണത്തോടുള്ള ആർത്തി പിന്നെ അങ്ങോട്ട് കൂടും. ഒരു ദിവസം ഒരു മീലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം പിന്നെ ഈ ഫുഡുകളൊക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ കാണുമ്പോഴത്തേക്ക് ആർത്തി കൂടും. കഴിക്കണം, അല്ലെ അത് വേണം ഇത് വേണം എന്നുള്ളൊരു ചിന്തയാണ്. അത് കഴിക്കണം ഇത് കഴിക്കണം എന്നുള്ള ചിന്തയൊക്കെ ഇങ്ങനെ കൂടും. അപ്പം ഭക്ഷണത്തോടുള്ള ആർത്തി കൂടും. അതുപോലെ ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. കാരണം ഒരു നേരം കഴിക്കുമ്പോഴത്തേക്ക്, കാരണം അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിറ്റാമിൻസ് മിനറൽസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും. പിന്നെ അങ്ങോട്ട് നമ്മൾ ഓരോന്ന് ചിന്തിച്ച് തലയൊക്കെ അങ്ങോട്ട് പുണ്ണാവും. അപ്പം തലവേദന കൂടും. അപ്പം ഹെഡേക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും ഒരു നേരം കഴിക്കുന്ന ഒരു മീലിലൂടെ. അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഉറങ്ങാൻ പറ്റത്തില്ല, ഉറക്കം കിട്ടത്തില്ല, സ്ട്രെസ്സ് കൂടും.
സ്ട്രെസ്സ് കൂടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹോർമോണൽ ഇംബാലൻസ് ആവും. ഇപ്പം ഈ പറയുന്നിട്ടുള്ള നമ്മളെ ഹോർമോണൊക്കെ അവിടെ നമ്മുടെ ബോഡിയിൽ ബാലൻസ് ആവണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഹോർമോണിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഹോർമോൺ ബൂസ്റ്റ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് അതൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരു മീലിൽ നിന്ന് അത് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ അവിടെ നടക്കും. അപ്പോൾ ഹോർമോൺ ഇംബാലൻസ് ആവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇപ്പം ഒരു മീലിനകത്ത് നമുക്ക് നമ്മളെ ബോഡിക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിറ്റാമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഇതൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഉറപ്പായിട്ട് അവിടെ ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ ഒരു മീലിനകത്ത് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഉൾപ്പെടുത്തണം. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ലായിരിക്കും. അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. ഒരു മീലിനകത്ത് ഈ എല്ലാം ഉൾപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ. ഓക്കെ, ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മിക്കുള്ളവരെയും ഡൗട്ടായിരിക്കും, ഈ ഒരു മീല് കൊണ്ടിട്ട് നമുക്ക് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ജിമ്മിൽ പോയി മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും, അവർക്ക് എന്തൊക്കെ ദോഷങ്ങൾ, സൈഡ് എഫക്റ്റുകളാണ് ഉണ്ടാകുന്നത്, ബെനിഫിറ്റും സൈഡ് എഫക്റ്റും അതുകൊണ്ടിട്ട് ഉണ്ടാകുന്നതെന്ന് ചിലവർക്ക് ഡൗട്ട് കാണും. ഒരു മീൽ കഴിക്കുന്ന ആൾക്കാർക്ക്, വൺ ഡേ ഒരു മീൽ എന്ന് വെച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ദോഷമാണ് അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ഉള്ളതെന്ന് സംശയം കാണും. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇതുകൊണ്ടിട്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ HGH അതും ഇൻക്രീസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണൊക്കെ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിക്കവറി നടക്കും. അതുപോലെ മസിൽ ഗ്രോത്തും ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് മൂന്നും മസിൽ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും വർധനവ് നമ്മളെ ഇതുപോലെ മസിലിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതുകൊണ്ടിട്ടുള്ള ഈ 1 മീൽ എ ഡേ കൊണ്ടിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാൾക്ക് കൊണ്ടിട്ടുള്ളൊരു ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നുമാണ്. ഇനി ഇത് കൊണ്ടിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ, ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് കൊണ്ടിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് അവർ മസിൽ മാസ് ലോസ് ആവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നടക്കത്തില്ല. ഇപ്പം കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് ഫുഡിൽ നിന്ന് കിട്ടത്തില്ല. ഒരു മീൽ കൊണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻസും അതുപോലെ ഈ പറയുന്ന വിറ്റാമിൻസ്, പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബോഡിക്ക് കിട്ടത്തില്ല. വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മുടെ മസിൽ റിക്കവറി റെഡ്യൂസ് ആവും. അതുപോലെ നമ്മളെ ഹോർമോണിനെ ബാധിക്കുന്നതായിരിക്കും. ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ നമ്മളെ ബോഡിക്ക് പോയിട്ടില്ലെങ്കിൽ അത് ഹോർമോണിനെ ബാധിക്കും. നമ്മളെ ടെസ്റ്റോസ്റ്ററോൺ, മസിൽ ഗ്രോ ചെയ്യണമെങ്കിൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. അതിനെ ബാധിക്കും. അതുപോലെ നമ്മളെ പെർഫോമൻസിനെയൊക്കെ ഇത് ബാധിക്കുന്നതായിരിക്കും കേട്ടോ. പെർഫോമൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം ഇത്രയും തിരക്കിനിടയിൽ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോകത്തില്ലേ? അതുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്തതാണ്. എന്നാലും വീണ്ടും 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 നമ്മൾ ഇതിലോട്ട് പിടിച്ചിറക്കുവാണ്. അപ്പം ഗൈസ്, അപ്പം ബൈ 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 ബൈ.